ലൈവിൽ സിബിനും നന്ദിനി ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിബിൻ ഇന്ന് ചെയ്ത തെറ്റ് അത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ ആലേട്ടം വരുന്ന സമയത്ത് നെക്സ്റ്റ് വീക്ക് നോമിനേഷനിൽ ഇടുമോ എന്നാണ് സിബിന്റെ പേടി. ഇട്ട് കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്നേ പറ്റൂ, 60 ദിവസവും എനിക്കിവിടെ നിൽക്കണം, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, എനിക്ക് നിന്നേ പറ്റൂ എന്ന് പൂജയുടെ അടുത്ത് സിബിൻ പറയുന്നുണ്ട്. പൂജ പറയുന്നുണ്ട് എനിക്ക് 60 ദിവസം നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്രയും ദിവസം നിൽക്കുമെന്ന് പൂജ പറയുന്നുണ്ട്. അപ്പൊ സിബിൻ പറയുന്നുണ്ട് ഇല്ല നീയും 60 ദിവസം നിൽക്കും തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് അവിടെ സിബിൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് വീക്ക് എന്തായാലും ജാസ്മിനോ ഗബ്രിയോ നോമിനേഷനിൽ വരണം. അതുകൊണ്ട് തന്നെ പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷൻ എന്ന് പറയുന്നത് ഗബ്രിയോ ജാസ്മിനോ ആയിരിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. നമുക്കതിന്റെ റീസൺ എന്ത് പറയാം, ഇതുവരെ അവർ നോമിനേഷനിൽ വന്നിട്ടില്ല, നോമിനേഷനിൽ വന്ന് ജനവിധി തേടിയിട്ട് വരട്ടെ എന്ന് നമുക്കൊരു റീസൺ പറഞ്ഞുകൊണ്ട് ഗബ്രിയെയോ ജാസ്മിനെയോ നോമിനേഷനിൽ ഇടാം. ഗബ്രി ഇടാനാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത്. എന്തായാലും ജാസ്മിന് വോട്ട് വരും, 2-3 വോട്ട് ജാസ്മിൻ എന്തായാലും വരും. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വരുന്ന ഉറപ്പാണ്. ആ സമയത്ത് സിബിൻ നെക്സ്റ്റ് വീക്ക് നോമിനേഷനിൽ വന്നാലും ആരായിരിക്കും പോവാന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ സിബിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അവിടെ പൂജ പറയുന്നത്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് പറയാനൊന്നും പറ്റില്ല, ആരാ പുറത്തു പോകാനൊന്നും നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്നവിടെ സിബിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശ്രീതു ആണ്. ശ്രീതു എവിടെയാണ് നിൽക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ രണ്ടുപേരും അതിനെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീതുവിന് എന്ത് ചെയ്യണം, എന്തെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീതുവിന്റെ നിലപാട് എന്താണ് അവിടെയാണോ ഇവിടെയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നവിടെ സിബിൻ പറയുന്നുണ്ട്. ആ സമയത്ത് പൂജ പറയുന്നത് ഇല്ല, ശ്രീതുവിന് തോന്നുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല, നിലവിലെ സാഹചര്യത്തിൽ പേടിക്കേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നാണ് പൂജ പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അവരവിടെ ഇരുന്ന് രണ്ടുപേരും ഇന്ന് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവില്.